ചേറിൽ തല മാത്രം കണ്ട ദേവിയുടെ കഥ അറിയാമോ? ഒരിക്കൽ തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് വിൽവമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ ഒരു തമ്പകവൃക്ഷത്തിന് അടിയിൽ വിശ്രമിച്ചു. അവിടെ അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി. അതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്ന സ്വാമികൾ ആ തമ്പകവൃക്ഷത്തിന്റെ ഒരു കൊമ്പിൽ തികഞ്ഞ ദിവ്യത്വമുള്ള ഒരു കന്യക ഊഞ്ഞാൽ ആടുന്നത് അദ്ദേഹം കാണാനിടയായി. തന്റെ ജ്ഞാനത്താൽ അത് നവദുർഗമാരിൽ ഒരാളായ കാർത്യായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹം ഉടൻ ഭഗവതിയുടെ അടുത്തേക്ക് നടന്നു. സ്വാമികൾ വരുന്നത് കണ്ട ഉടൻ അടുത്തുള്ള കുളത്തിലേക്ക് ദേവി എടുത്തു ചാടി. അദ്ദേഹം ഒരുപാട് തിരഞ്ഞെങ്കിലും ദേവിയെ കാണുവാൻ സാധിച്ചില്ല. അടുത്ത ദിവസം വീണ്ടും സ്വാമികൾ ആ സ്ഥലത്ത് എത്തിയപ്പോൾ അതേപോലെ ദേവിയെ കാണുകയും അദ്ദേഹം അടുത്തു ചെല്ലുമ്പോൾ ദേവി മറ്റൊരു കുളത്തിലേക്ക് ചാടുകയും ചെയ്തു. ഇതേ പ്രകാരം 6 ദിവസവും ഈ സംഭവം ആരംഭിച്ചു. ഓരോ ദിവസം ഓരോ കുളങ്ങളിലായി ദേവി മറഞ്ഞുപോയി. അങ്ങനെ 7ാമത്തെ ദിവസം വീണ്ടും സ്വാമിയെ കണ്ട ദേവി 7ാമത്തെ കുളത്തിലേക്ക് ചാടുവാൻ ഒരുങ്ങിയപ്പോൾ സ്വാമി അല്പം കോപത്തോടെ തന്നെ അടുത്തേക്ക് പോകുകയും എന്നാൽ കുളത്തിൽ നിറയെ ചേർ ആയിരുന്നു. ചേറിലേക്ക് താഴുന്നതിനു മുൻപേ വിൽവമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ചു ഉയർത്തി. ദേവിയുടെ കഴുത്തിന്റെ മുകളിൽ തല മാത്രമേ സ്വാമികൾ ദർശിച്ചുള്ളൂ. കുറച്ചു ശേഷം സ്വാമിയുടെ കൈയിലേക്ക് അടർന്നു വന്നു. ചേറുകുളത്തിൽ തല കണ്ടതിനാലാണ് ആ സ്ഥലം ചേർത്തല എന്ന പേര് ഉണ്ടായതെന്നാണ് ഐതിഹ്യം. ദേവി കാർത്യായനിയെ സ്വാമികൾ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന്റെ തല മാത്രമാണ് ഭക്തർക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ ശാസ്താവിനും ഉണ്ടൊരു കഥ. ഒരിക്കൽ ഈ പ്രദേശത്ത് ഒരു ഗന്ധർവനാൽ ശല്യം നിരന്തരം ഉണ്ടായിരുന്നു. ദേവി ശാസ്താവിനോട് പരിഹാരം കാണുവാൻ ആവശ്യപ്പെടുകയും ശാസ്താവ് ആ ഗന്ധർവനെ വധിച്ചു വന്നപ്പോൾ ദേവി ശാസ്താവിനോട് പുറത്ത് കാവൽ നിൽക്കുവാൻ അപേക്ഷിച്ചു എന്നുമാണ് വിശ്വാസം.